എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്കി അതിനെ മാറ്റാൻ വേണ്ടി ചില ആത്മാക്കളെ കൊണ്ടുവന്ന് കളിപ്പിച്ചാൽ ആ ആത്മാക്കൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് ചിന്തിക്കരുത്. ആ ആത്മാക്കൾക്ക് പോലും അറിയാത്ത ചില നഗ്നമായിട്ടുള്ള സത്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഈ ആത്മാക്കളെ കൊണ്ടുവന്ന് പറയിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ പറയുന്ന കൊല്ലം സുധിയുടെ ആത്മാവ് കൂടെയുള്ള കിച്ചുവിനെ തൊട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി എന്തൊക്കെയോ പുറത്ത് വരാൻ കിടക്കുന്നു. ഇനി എന്തൊക്കെയോ പുറത്ത് വരുമെന്നാ തോന്നുന്നത്. വയ്യേ ബ്രോ, എന്ത് പറ്റിയത്? ഇത്രയും വലിയൊരു ചാനല് വെറും മഞ്ഞപ്പത്രം ലെവലിലേക്ക് താഴ്ന്ന് അതപ്പതിക്കുന്ന ഒരു സാധനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഭീകര വ്യൂവർഷിപ്പുള്ള ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടൊരു ചാനല് ഇപ്പോൾ ഒരു താഴെ തട്ടിലുള്ള വളർന്നു വരാൻ കിടന്ന് ബബ്ബേ അടിക്കുന്നൊരു ചാനലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ ഇത്രയും ക്രെഡിബിലിറ്റി സമ്പാദിച്ചൊരു ചാനല് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരൊറ്റ ടോപ്പിക്കേ ഉള്ളൂ. ആ ഒറ്റ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബിഷപ്പിനെ എങ്ങനെയും വെളുപ്പിച്ചെടുക്കുക, കിച്ചുവിനെ എങ്ങനെയും കറപ്പിച്ചെടുക്കുക, രേണുവിനെ എങ്ങനെയും വെളുപ്പിച്ചെടുക്കുക. എൻ്റെ പൊന്ന് അനീഷ് ബ്രോ, നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മളെപ്പോലൊരു കുട്ടി ചാനൽ ഓഡിയൻസ് നമ്മളിലേക്ക് വന്നിട്ടില്ല, നമുക്കൊരു ഫേസ് വാല്യൂ ഇല്ല. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് പറയാനെങ്കിലും പറ്റും. നമുക്കത് മാത്രം വ്യൂ പോകുന്നുള്ളതെങ്കിൽ ഈ കുഞ്ഞു ചാനലുകൾക്ക് പറയാൻ പറ്റും. ഇത്രയും വലിയൊരു ചാനൽ ഇത് മാത്രം വള്ളി പിടിച്ചിരിക്കുകയാണ് ഈ അനീഷ് വ്ലോഗ്. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പണ്ടൊക്കെ ഭയങ്കര കിടിലുമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ചാനൽ ഇപ്പോൾ ശരിക്കും ഒരു കുടുംബശ്രീ ലെവലിലേക്ക്, കുടുംബശ്രീക്കാരെ മോശമായിട്ട് പറഞ്ഞല്ല കേട്ടോ, അങ്ങനെ എടുക്കല്ലേ, നമ്മളതൊരു ഫ്രേസായിട്ട് മാത്രം എടുത്താൽ മതി. ആ ഒരു ലെവലിലേക്ക് പുള്ളിക്കാരൻ്റെ കണ്ടൻറ്റിൻ്റെ നിലവാരം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റയർ റീൽസ് അവിടെ ഒന്ന് ചുമ്മാ ഒരു കഥ ഇങ്ങ് പറയുന്നത്, ഒരു കഥ, ഒരു സാങ്കല്പിക കഥ എന്ന് പറഞ്ഞിട്ടൊരു കഥ ആവശ്യമില്ലാതെ അതിനകത്തോട്ട് ഞൊഴിഞ്ഞു കയറി അത് ബിഷപ്പാട്ടോ പറയുന്നത്, ബിഷപ്പിനെ കുറിച്ചിട്ടാണ് എന്നും പറഞ്ഞ് വെറുതെ തല കയറ്റുന്നു. വഴിയെ കൂടെ പോകുന്ന ഏണിയെല്ലാം ബുള്ളറ്റെല്ലാം ഏണി വെച്ച് കയറിക്കൊള്ളുന്നു. ചുമ്മാ കടന്ന് തൂങ്ങിക്കിടക്കുന്ന വള്ളിയിലെല്ലാം പിടിച്ച് വലിക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇദ്ദേഹത്തിന്. ഓക്കെ, ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രേണുവിൻ്റെ പ്രശ്നം നടക്കുകയാണല്ലോ. ഇപ്പോൾ പുള്ളിക്കാരൻ ഇപ്പുറത്തെ ബെൽറ്റാണ്, രേണു പ്ലസ് ബിഷപ്പ് ബെൽറ്റാണ്. അപ്പുറത്തെ ബെൽറ്റിലാണ് കിച്ചു ആ ഒരു ബെൽറ്റ്. അപ്പോൾ ഈ കിച്ചു ബെൽറ്റിനെതിരെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ എന്താ സംബന്ധിച്ചാൽ റൂഹി ജാൻ, അതായത് ആത്മാവ്, കൊല്ലസുധിയുടെ ആത്മാവ് എന്നോട് സംസാരിച്ചു. അപ്പോൾ കിച്ചുവിനെ തൊടുന്നവരുടെ എല്ലാം കണ്ട കശിനിയായിട്ട് കട്ടപ്പുകയാണ്, ബിഷപ്പ് വരയ്ക്കും എന്നൊക്കെ പറഞ്ഞ റൂഹി ജാൻ. അത് എക്സാക്ട് സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതായത് അതിൻ്റെ ഒരു സാധനത്തിൻ്റെ ഒരു കണ്ടൻറ്റ്. ആ പറഞ്ഞതുപോലെ തന്നെ ബിഷപ്പ് ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കിച്ചുവിനെതിരെ നിന്നവർ ഒക്കെ ഇത് സെയിം സാധനം തന്നെ. ഇത് ബേസിക്കലി ആത്മാവ് വന്ന് പറഞ്ഞു തന്നോ അല്ലെങ്കിൽ കിച്ചുവിനെതിരെ നിൽക്കുന്നുണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബേസിക്കലി നമ്മൾ കാണിക്കുന്ന ഒരു മണ്ടത്തരത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതെല്ലാം. അല്ലാതെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ആത്മാവ് എന്ന് പറഞ്ഞാണെന്നുള്ള ട്രസ്റ്റൊന്നും എനിക്കില്ല, പേഴ്സണലി എനിക്കില്ല. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടേക്കോ സംഭവിക്കുന്നുണ്ട്. ഒന്നുകിൽ അവരുടെ അനാലിസിസ് അത്ര കറക്റ്റായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സംഭവിച്ചു പോകുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മൂലം പറ്റിപ്പോകുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അനീഷ് വ്ലോഗ് ഒരാൾ റിയാക്ട് ചെയ്തതിനെ ഞാൻ എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ പോവാ. എന്തൊരു വിരോധാഭാസം. ഒരാളെ റിയാക്ട് ചെയ്തതിനെ വേറൊരാളെടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നു. കേൾക്കാം. അപ്പോൾ മെയിൻ സാധനം കിച്ചുനെ കരിവാരിത്തേക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമുക്ക് കേൾക്കാം. ആയിരുന്നാൽ പോലും ആ വൃദ്ധപ്പനെ കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമേ എടുത്തോട്ട് പോകൂ. വീഡിയോ എടുക്കാനും പബ്ലിഷ് ചെയ്യാനും എഡിറ്റ് ചെയ്ത് പിന്നെ വ്ലോഗ് ഇടാൻ മാത്രമേ ഋതപ്പന കുച്ചു വന്നെടുക്കൂ. എന്തൊക്കെ പറഞ്ഞാലും രേണു നോക്കുപോലെ ഋതപ്പനെ കുച്ചു നോക്കൂല. അതെങ്ങനെ നിങ്ങൾക്കറിയാം രേണു നോക്കുന്ന പോലെ ഋതപ്പനെ കുച്ചു നോക്കൂലെന്ന്? രേണു നിങ്ങൾ കണ്ടിട്ടുണ്ടോ രേണു എങ്ങനെയാണ് നോക്കുന്നതെന്ന്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുച്ചു എങ്ങനെയാണ് നോക്കുന്നതെന്ന്? ഇവരുടെ ഈ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലൈവിനകത്ത് ബിഷപ്പ് വന്നിട്ട് ചറവറ കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കൊരാളെ ഇഷ്ടമല്ല, അതുകൊണ്ട് ശരി തെറ്റ് ഒന്നുമില്ല, അവനെ അങ്ങ് ആക്ഷേപിക്കുക, ഇതാണ് സാധനം. പറ കുച്ചുവിനെ കുറിച്ച് പറ, കേക്കട്ടെ. സിസ്റ്റർ അങ്ങനെ പറയല്ലേ, കാരണം ഈ പറയുന്ന സുധിയുടെ ആത്മാവ് കിച്ചുവിന്റെ കൂടെ തന്നെയാണേ. അതുകൊണ്ട് അങ്ങനെ പറയല്ലേ. ഒരിക്കലും അങ്ങനെ എടുത്തോണ്ട് പോയി കണ്ടന്റിന് വേണ്ടി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല.
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കിച്ചു എന്ന് പറയുന്ന ആള് ഒരു വ്ളോഗറാണ്. നിലവിൽ അദ്ദേഹം വ്ളോഗാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ വരുമാനം. അതിനോടൊപ്പം തന്നെ ഒരു ഡ്രസ് ബ്രാൻഡും ക്ലോത്തിങ് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വ്ളോഗർ എന്ന സ്ഥിതിക്ക് അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അയാൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് എന്താണ് തെറ്റ്? അത് ഈ പറയുന്ന കിച്ചുവിന് എതിർപ്പില്ലാത്ത സാഹചര്യത്തിൽ അത് തന്നെ ഋതപ്പനും കിച്ചുവിനും എതിർപ്പില്ലാത്ത സാഹചര്യത്തിൽ, രേണുവിന് എതിർപ്പില്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ രേണുവിന് പറയാമല്ലോ എൻ്റെ മോൻ്റെ സാമാനം എടുത്ത് ഇടാൻ പറ്റത്തില്ലടാ, സൗകര്യമില്ലെന്ന് പറയാമല്ലോ. അവർക്കൊന്നും എതിർപ്പില്ലാത്ത സമയത്ത് ഈ കൊച്ചു ഋതപ്പനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയതിന് നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം? ഞാൻ ഒരിടത്തും കിച്ചു ഭയങ്കര പുണ്യാത്മാവാണ്, അയ്യോ ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന ഹരിചന്ദ്രനാണെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. അവൻ്റെ സൈഡിലും തെറ്റുകളുണ്ടാവും, രേണുവിൻ്റെ സൈഡിലും തെറ്റുകളുണ്ടാവും, അവൻ്റെ സൈഡിലും ശരികളുണ്ടാവും, രേണുവിൻ്റെ സൈഡിലും ശരികളുണ്ടാവും. പക്ഷേ കൊച്ചു എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ, കുച്ചു എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കാൻ എന്താ രേണു ഋതപ്പനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ലല്ലേ? ഇല്ല, അത് സ്നേഹം കൊണ്ടാണല്ലോ. കുച്ചു എടുക്കുന്നത് മാത്രം കണ്ടന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അത്രയ്ക്ക് സ്നേഹമാണ് ഈ പറയുന്ന ഋതപ്പനോട്. അത് അങ്ങനെ പറയില്ല കേട്ടോ. എന്തായാലും സിസ്റ്റർ ബാക്കി പറയുന്നത് കേട്ടു നോക്ക്. എൻ്റെ അനീഷ് ബ്രോ, നിങ്ങൾക്ക് എന്നാ പറ്റിയത്? ആ ഒരു ക്ലിപ്പ് കണ്ടിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത സാധനം എന്താണ്? അതിനകത്ത് എന്താണ് ഒരു വാലിഡ് പോയിന്റ് ഉള്ളത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ ഈ എൻറ്റയർ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഇതിനകത്ത് എന്ത് ഒപ്പീനിയനാണ് അനീഷ് വ്ലോഗ് പറഞ്ഞിട്ടുള്ളത്? അതീവ വിഷമമുണ്ട്. നമ്മളൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ചാനലുകൾ, ഇത്രയും വലിയ ഗ്രോത്തിൽ നിൽക്കുന്ന ചാനലുകൾ ഇപ്പം പറയും നീ എന്താണ്ടങ്ങ് മല മറിച്ചിട്ടാണോ? ഞാൻ ഒരു മലയും മറിച്ചിട്ടില്ല. പക്ഷേ ഈ മല മറിച്ച ആൾക്കാരൊക്കെ ഇത് എന്തോ കാണിക്കുന്നേ? ഇപ്പോൾ ശരിക്കും ഈ ചില ചാനലുകൾ കിച്ചുവിൻ്റെ നെഗറ്റീവ് എടുക്കാനുള്ള PR, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പക്ഷത്തെ വെളുപ്പിക്കാനുള്ള PR ആയിട്ട് മാത്രം മാറി. അത് മാത്രമാണ് ഇൻറ്റൻഷൻ. കറക്റ്റ് അല്ലേ? അതെ, അല്ലാതെ വേറൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. കിച്ചു അവ അഴുക്ക ചറക്കനവൻ, വൃത്തികെട്ടവനവൻ, ഇപ്പുറത്തെ അവര് സൂപ്പർ. അങ്ങനെയാണോ നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അതീവ വിഷമമുണ്ട്. 33,000 സബ്ബുള്ളൊരു ചാനൽ, 1.5 ലക്ഷം സബ്ബുള്ളൊരു ചാനലിനോട് ഇതൊക്കെ പറയേണ്ട ഒരു അവസ്ഥ. നിങ്ങൾ ഒരു വിഷയം കണ്ടുമ്പോൾ അതിൽ അനലൈസ് ചെയ്തതിൽ ശരിയെന്ന് തോന്നുന്ന സാധനമല്ലേ നിങ്ങൾക്ക് ചെയ്യണ്ടേ? അനലൈസ് ചെയ്ത് കാണുമല്ലേ? ചെയ്തു പൂർവാധിക ശക്തികൾ. ഇപ്പൊ രേണു വയ്യാതെ കിടക്കുമ്പോ പോലും ആ രേണുവിന്റെ ചേച്ചിയുടെ 2 മക്കളും ആ അമ്മയും അച്ഛനൊക്കെയാണ് ആ കൊച്ചിനെ പൊന്നുപോലെ നോക്കുന്നത്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും രേണുവിന്റെ കൊച്ചായതുകൊണ്ട് ഈ പൊന്നുപോലെ നോക്കുന്നത് ചേച്ചി കണ്ടായിരുന്നല്ലേ? ചേച്ചി കണ്ടായിരുന്നു പൊന്നുപോലെ നോക്കുന്നത്. ഞാൻ ഇനിയൊന്നും പറയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ കറപ്പിക്ക് ഇറങ്ങിയെന്നും പറഞ്ഞോണ്ട് പോകും. ഞാൻ പറയുന്നില്ല, ചേച്ചി പറ. കുഞ്ഞിനെ അവര് നോക്കും. കുച്ചു കണ്ടന്റ് വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ കുച്ചു വന്ന് എടുത്തോണ്ട് പോകും. പിന്നെ കുച്ചു കണ്ടന്റിന് വേണ്ടി വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ ഈ പറയുന്ന ഋതപ്പനെ എടുത്തോണ്ട് പോകൂ എന്ന് പറഞ്ഞത് ഏതാണ്ടൊക്കെ സത്യമാണ്. അല്ല എങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ അതെ ഏതാണ്ടൊക്കെ സത്യമാണ്. കുച്ചു അവിടെ ചെല്ലുമ്പോഴെല്ലാം ഋതപ്പനെ എടുത്തോണ്ട് പോയി കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിലെന്താ തെറ്റ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് എന്താ പ്രശ്നം? എന്തിപ്പോ കൊച്ചു ഋതപ്പനെ എടുത്തുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്താ പ്രശ്നം? നിലവിൽ അതുകൊണ്ടുള്ള ഇഷ്യൂ എന്താണ്? അവനൊരു വ്ളോഗറാണ്, അവനത് ചെയ്യും. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ OBOC കൃഷ്ണകുമാർ ഫാമിലി മൊത്തം അവരും ബ്യൂട്ടി പാർലറിൽ പോയി മുഖത്തിങ്ങനെ ഒരു വര വരയ്ക്കുന്നത് വരെ കാണിക്കുന്നു. അവർ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്, അവരതാണ് ചെയ്യുന്നത്. അതിനകത്ത് കാണിച്ച കുറേ കാര്യങ്ങളുള്ള വിയോജിപ്പാണ് നമ്മൾ പറയുന്നത്. കുച്ചു ഋതപ്പനെ പോയി എടുത്ത് കണ്ടന്റ് കാണിച്ചു. അതിനകത്ത് എന്താ പ്രശ്നം? എന്താണ് കണ്ടന്റ്? എന്താണ് അതിനകത്ത് നിങ്ങൾ കാണുന്ന പ്രശ്നം എന്താണ്? അത് കണ്ടന്റിന് വേണ്ടി മാത്രമാണോ പോകുന്നത്? ശരി, അവൻ കണ്ടന്റിന് വേണ്ടി പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതായിക്കോട്ടെ. അതുകൊണ്ട് എന്താണ് പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല. ചുമ്മാ ഒരുത്തന്നെ അങ്ങ് പറയണം അവൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോയി എടുക്കുന്നത്. അതെന്തൊരു ടെക്നോളജി അത്? ചിന്തിക്കുക. എന്റെ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാർ, കുറച്ച് മനസ്സിൽ കുറച്ചെങ്കിലും ഒരു നന്മയുള്ള ആൾക്കാര്, നോട്ട് ദിസ് പോയിന്റ്, നല്ലവരായുള്ള ആൾക്കാർ, മനസ്സിൽ കുറച്ച് നന്മയുള്ള ആളുകൾ, കുറച്ച് ബുദ്ധിയുള്ള ആളുകൾ ഒക്കെ ചിന്തിച്ചിട്ട് ഇത് അനലൈസ് ചെയ്യണം കേട്ടോ. അതാ അതിന്റെ കറക്റ്റ്. നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്ക്. രേണുവിന്റെ അവസ്ഥ അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. ഈ രേണുവിനുള്ള ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമാരകമായിട്ട് ശരീരത്തിൽ വ്യാപിക്കുന്ന ഒരെണ്ണമാണ്. അതുകൊണ്ട് തന്നെ രേണുവിന് ദിനം പ്രതി വെയിറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ രേണുവിന്റെ അവസ്ഥ മൊബൈലിൽ കൂടെ കാണുന്നവരായിക്കോട്ടെ, ഈ പറയുന്ന ആരായിക്കോട്ടെ, എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ എത്ര കെറുവാണെങ്കിലും എത്ര പിണക്കമാണെങ്കിലും നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും വെച്ച് തന്നിട്ടുള്ള അവരെ പോയി കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കില്ലേ? അവിടെ ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന ഈ നന്മമരം
പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കിച്ചു ഇപ്പോൾ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടിനൊത്ത് റീലെടുത്ത് കളിച്ച് ചിരിച്ച് അർമാദിച്ച് നടക്കുകയാണ്. അവൻ ചിരിക്കണയാണ് പ്രശ്നം, കിച്ചു ചിരിക്കണയാണ് പ്രശ്നം. ഓക്കെ. അപ്പം ഇതിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു പോയിന്റ് വാലിഡാണ്. കാരണം കിച്ചു ഇവിടുന്ന് രേണുവിനെ കാണാൻ ചെന്നു, രേണുവിനെ കാണാൻ എന്ന് പറഞ്ഞു ചെന്നു, പക്ഷെ രേണുവിനെ കണ്ടില്ല. അപ്പോൾ ഇപ്പം നമ്മളെപ്പോലുള്ള കുറേ ആളുകൾ രേണുവിനെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ക്രിട്ടിസൈസ് എന്ന് പറയും, കമൻറ്റ് ബോക്സിൽ വന്ന് നീ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറയും, അത് കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ രേണു നമ്മളെ നിർത്തിയതിൻ്റെ കാരണം അവരുടെ അവസ്ഥ മുൻനിർത്തി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ കിച്ചു പോയി കണ്ടില്ല എന്ന് പറയുന്നു. അതിന് കിച്ചു പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കേട്ടിരുന്നോ? കിച്ചു പറഞ്ഞത്, ഞാൻ അവിടെ ചെന്നു, അമ്മ ICUലായിരുന്നു, ആരെയും കാണാൻ അനുവദിച്ചില്ല. അതുപോലെ തന്നെ സീമച്ചേച്ചി ചെന്നു, സീമാജി നായർ, അവർക്കും കാണാൻ പറ്റിയിട്ടില്ല. കാരണം രേണുവിൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായതുകൊണ്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ആരെയും കയറ്റിയില്ല. ഓക്കെ, ഇതാണ് പറഞ്ഞ സാധനം. അപ്പോൾ അങ്ങനെ ഇരിക്കെ കിച്ചുവിന് കാണാൻ സാധിച്ചില്ല എന്ന് കിച്ചു പറയുന്നു. പക്ഷേ കിച്ചു നന്നായിട്ടൊന്നും ശ്രമിച്ചില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം മോനാണ്, കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അലോ ചെയ്യും, കാരണം അവരുടെ അസുഖം അത്രയ്ക്ക് ഇതാണ്. സോ അവിടെ അനീഷ് ബ്ലോഗ് പറഞ്ഞത് ശരി വെച്ചിരിക്കുന്നു. ഞാൻ ഇതേപോലെ വാലിഡ് സാധനങ്ങൾ കൊണ്ടുപോകാം ബ്രോ, അന്നേരമല്ലേ നിങ്ങൾക്കൊരു സാധനം കിട്ടത്തുള്ളൂ. അല്ലാതെ മറ്റേ ആദ്യം പറഞ്ഞു എന്ത് സാധനം അത്. ശരി, നമുക്കിനി ബാക്കി കേൾക്കാം. അതായത് ഇപ്പൊ പറഞ്ഞു നിർത്തിയത്, കിച്ചു ട്രെയിനിൽ പോയി പിച്ചകപ്പുങ്കാവുകൾക്കും അപ്പുറം പവനത്രയും മുരുകി വീണ് പോക്കും, ആ സാധനം പാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അതിലേക്ക് നമുക്ക് വരാം, ബാക്കി കൂടെ കേട്ടിട്ട്. ഈ അച്ഛന്റെ പേരിൽ ഇപ്പൊ വീടിന്റെ പേരും പറഞ്ഞ കുറെ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ആ വീടിനെ കുറിച്ചുള്ള ഈ വിവാദങ്ങളില് പാവം ഫാദറിനെ ഈ സ്ത്രീ പെടുത്തുന്നതാണ്. പാവം ബിഷപ്പിനെ ഈ സ്ത്രീ പെടുത്തുന്നതാണ്. എങ്ങനെയാണ് ബിഷപ്പിനെ ഈ സ്ത്രീ പെടുന്നത്? ഈ സ്ത്രീ എന്ന് പറഞ്ഞ ഷെഫീന ബീവിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ സ്ത്രീ എങ്ങനെയാണ് പെടുത്തിയത്? പറയൂ, കേൾക്കട്ടെ. ബിഷപ്പിനെ ഈ സ്ത്രീ പെടുത്തുന്നതാണ്. കാര്യം ബിഷപ്പ് ചെയ്യാനുള്ളതെല്ലാം ആ വീട്ടിൽ ചെയ്തു. ഇനി ആ വീട്ടിലെ എന്തോ ഒരു കാര്യം, എന്താ കരമടച്ച രസീതൊക്കെ ഉണ്ട്. വീട്ടു നമ്പറിന് ആ മൂത്ത കുച്ചു വന്ന് ഒപ്പിട്ട് കൊടുക്കണം. കാരണം ഋതപ്പന് രേണു ഒപ്പിട്ടാൽ മതി. ഋതപ്പൻ മൈനറാണ്, രേണുവിന്റെ സൈൻ മതി. 6 വയസ്സല്ലേ ഉള്ളൂ. പക്ഷെ കുച്ചു വരണം. കുച്ചുവിന് 20 വയസ്സായി, 20-21 വയസ്സായി. കുച്ചു വന്ന് ഒപ്പിട്ട് കൊടുത്ത് കുച്ചു മനഃപൂർവ്വം ഷെഫീന വരാതെ കുച്ചുവിനെ തടഞ്ഞു വെച്ചേക്കണം. കാരണം ഷെഫീന കുച്ചുവിനെ തടഞ്ഞു വെച്ചോന്ന് ഇല്ല, അവരാരാ കുച്ചുവിനെ തടഞ്ഞു വെക്കാൻ? കുച്ചു 20-22 വയസ്സുള്ള പൗരനല്ലേ, അവന് ബുദ്ധിയില്ലേ? ഷെഫീന ബീവർ മോനെ നാളെ പോയി ഒപ്പിടല്ലേ കേട്ടോ, അത് ഒപ്പിടില്ല, നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുച്ചു ഒപ്പിടില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുച്ചുവിന് സ്വന്തമായി ഒരു ചിന്താശേഷി ഇല്ല. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യല്ലോ അത്. ഓക്കെ, നമ്മളത് ലോക്ക് ചെയ്തിരിക്കുന്നു. ഇനി എനിക്കറിഞ്ഞ കാര്യം ഞാൻ പറയാം. ഈ കുച്ചുവിനെ ആര് വിളിച്ചാലും കുച്ചു ഫോൺ എടുക്കൂല. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു സാധനം. അത് ഈ ഷെഫീന ബീവി ആയിക്കോട്ടെ, കുച്ചുവിനെ അറിയാവുന്നവരായിക്കോട്ടെ, ആര് വിളിച്ചാലും കുച്ചു ഫോൺ എടുക്കൂല. അതിന് കാരണം പുള്ളിക്കാരൻ ഇനി കൂടുതൽ വിവാദത്തിലോട്ട് പോകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു യൂട്യൂബർ വിളിക്കുമ്പോഴത്തേനും അത് റെക്കോർഡ് ചെയ്യാനും അത് സോഷ്യൽ മീഡിയയിൽ വോയിസ് പ്രചരിപ്പിക്കാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കുച്ചുവിനെ ആരും വിളിച്ചാൽ കുച്ചുവിനെ കണക്ട് ചെയ്യാൻ പറ്റൂലേ. കുച്ചു ഇപ്പോൾ താടിയും പൊട്ടിൻ്റെയും കൂടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താ ട്രെയിനിൽ പിച്ചകപ്പുങ്കാവ് കേൾക്കുമ്പോൾ പുറം ടോങ് ടോങ് അതും കളിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിലേക്ക് ഞാൻ വരാം കേട്ടോ, ബാക്കി പറ. കുച്ചു അച്ഛനെ ചവിട്ടിയതും അച്ഛന്റെ കൊങ്ങയ്ക്ക് പിടിച്ചതും കഞ്ചാവിന് വേണ്ടി കൊല്ലം സുധിയെ കുച്ചു ഉപദ്രവിച്ചതും എല്ലാം ഷെഫീനക്ക് അറിയാം. അയ്യോ, എന്തായി പറയുന്നേ? ഷെഫീനയ്ക്ക് അറിയാമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ഷെഫീനയല്ലേ പറയേണ്ടത് അറിയാമോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരുത്തൻ്റെ മനസ്സ് വായിക്കുന്ന യന്ത്രം ഇവരുടെയൊക്കെ കയ്യിലുണ്ടല്ലേ. എനിക്കെന്തൊക്കെ അറിയാമെന്ന് ഒന്ന് സൂക്ഷിച്ചു നോക്കിട്ടൊന്ന് പറയാമോ? ചുമ്മാ ഒരാൾക്കെതിരെ അലിഗേഷൻ. ഷെഫീൻ അതിനെ എനിക്കറിയാൻ പാടില്ല കേട്ടോ, അവർക്ക് അറിയാവോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളൊരു താളത്തിലങ്ങ് പറയുന്നേ ഉള്ളൂ. അവരങ്ങനെ പറഞ്ഞിട്ടുള്ള വോയിസുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയാൻ പാടില്ല അവർക്ക് അറിയാവോ ഇല്ലെന്ന്. ഒരു പക്ഷേ അറിയായിരിക്കും, ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും. ശരി, അറിയാമെങ്കിൽ ഇപ്പോൾ എന്താണ് അതിനകത്തെ പ്രശ്നം? നിലവിലെ അതിനകത്തെ പ്രശ്നം എന്താ? അവർക്കറിയാം കുച്ചു കൊല്ലം സുധീനെ തല്ലി, പഞ്ചാബിന് വേണ്ടി തല്ലി, ആരാണ്ട ചവിട്ടി. ഷെഫീനയ്ക്ക് അറിയാം. ശരി, പറയൂ, എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നം? എന്താണ്? ഷെഫീന പോകണ്ട, അയ്യോ കുച്ചു പോവല്ലേ, അയ്യോ കുച്ചു പോവല്ലേ, അവർ തടഞ്ഞു നിർത്തിയോ? അങ്ങനെയാണ് കൊച്ചുവിനാണ് ബോധമില്ലാത്തത്. സ്വന്തം ജീവിതത്തിൽ തീരുമാനം എടുക്കാനുള്ള പവർ അവനില്ലാതെ അവൻ്റെ മനസ്സിൻ്റെ താക്കോല് വേറെ കൊടുത്തിരിക്കുകയാണെങ്കിൽ കുച്ചുവിനെ വേണം പറയാൻ. എന്തൊക്കെ എൻ്റെ അറിവിൽ ഷെഫീന ചേച്ചി ഇപ്പോൾ എയറിലാണ്, ബഹിരാകാശത്താണ്. അവരവിടെ നിന്നൊന്ന് ഭൂമിയിലേക്ക് കാല് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇനി കുച്ചുവിൻ്റെ പ്രശ്നത്തിലൊക്കെ അവർ തലയിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാൻ പാടില്ല കേട്ടോ, ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. കൊല്ലം സുധിയെ അടിച്ചു ഈ പറയുന്നത് നല്ല മോനോ? കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കിയോ?
ഇതിനകത്ത് ഈ അനീഷ് ഇപ്പോൾ ഈ അവതരിപ്പിച്ച വിഷയം ഞാനും കേട്ടിട്ടുണ്ട്. കൊല്ലം സുധീനെ കിച്ചു അടിച്ചു എന്നുള്ള വിഷയം ഞാനും അവിടുന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞ് ഒരു ഗോസിപ്പ് പോലെ ഞാനും കേട്ടിട്ടുണ്ട്. ഉള്ളയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പഞ്ചാബിൻ്റെ കേസും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതിൽ ആരോ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൺമുന്നിൽ കണ്ടറിഞ്ഞ കാര്യമൊന്നുമല്ല. പറയുന്ന പൊന്നുമോനോ ദേഹത്തൊക്കെ ചാറ്റുമൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ മകൻ ഇങ്ങനെ ചെയ്യുമോ? നല്ല മകനല്ലേ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെയൊന്നും പറയല്ലേ. നല്ല മകനാണ്. ആത്മാവ്, കൊല്ലം സുധിയുടെ ആത്മാവ് കൂടെയുള്ള ഒരു ചെറുക്കനെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത്? കിച്ചുവിനെ തൊട്ടാൽ സുധിയുടെ ആത്മാവ് ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. കടപ്പുറം ഉള്ളതും കുത്തിപ്പിടിച്ച് വാങ്ങും. കിച്ചുവിനെ അങ്ങനെ തൊട്ടാണ്ടല്ലോ അത്രേ ഉള്ളു. അതിനകത്ത് വേറെ കഥയൊന്നുമില്ല. റൂഹിജാൻ പറഞ്ഞില്ലയോ, അത്രേ ഉള്ളു. അതിനകത്തൊന്നും എനിക്ക് സാധനമില്ല കേട്ടോ. അപ്പം ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നൊരു പോയിന്റ്, കിച്ചു അടിച്ചോ, ടാറ്റു കിച്ചു കൊല്ലസുധിയുടെ പടം ടാറ്റു ചെയ്ത കിച്ചു തല്ലിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയേക്കാം. പിന്നെ കൊല്ലസുധി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ പറയുന്ന ചെറുക്കനോട് മിണ്ടിയിട്ടില്ലെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അപ്പൊ ഈ ആത്മാവ് എങ്ങനെയാണ് കിച്ചുവിന്റെ കൂടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാ എനിക്ക് മനസ്സിലാവാത്ത. ഇനി രേണു ചെയ്ത് ഇതിലും വലിയ ടെക്നിക്കായോണ്ടാണോ എന്താ സംഭവം എന്നറിയത്തില്ല. ഇനി ടാറ്റുവിൻ്റെ കേസിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ പറഞ്ഞൊരു സാധനം, കൊച്ചുവിൻ്റെ കയ്യിൽ ടാറ്റു ഉണ്ട്. ഏതാ കൊല്ലസുധിയുടെ ഒരു പടം ഇവിടെ ടാറ്റു എത്തിച്ചിട്ടുണ്ട്. അത്രയും അച്ഛനോട് സ്നേഹമുള്ള കൊച്ചു അച്ഛനെ അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരാൾ സുധിച്ചേട്ടൻ നിന്ന് ടാറ്റു അടിച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിയായിരുന്നോ? ഇവിടെ ഒരാൾ അയാൾ കാണിച്ച പരിപാടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയത് കേട്ടോ. ഓക്കെ, ഇനി ഈ രേണു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഉള്ളിൽ പുകയുന്ന അഗ്നിപർവ്വതം പൊട്ടിപ്പുറപ്പെട്ടാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അതായത് പുള്ളിക്കാരി ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിക്കാരിക്ക് അതീവ ഭീകരമായ ക്യാൻസറാണ്. അത് ഇവരൊക്കെ പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണ്. അതീവ ക്രിട്ടിക്കലായിട്ട് ആണ് അവരുടെ അവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ സർവൈവൽ ചാൻസ് പോലും അറിയത്തില്ല. അത്രയ്ക്കും പ്രശ്നമായിട്ടാണ് അവരുടെ ഒരു അവസ്ഥ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു രോഗം വരുമ്പോഴത്തേനും നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകരും. അങ്ങനെ തകരുമ്പോൾ ഇവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. അതിനെ ചൊല്ലിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഞങ്ങൾ വിട്ട് നിങ്ങളും പിടിയ സാധനം എന്തിനാണ് ഞാൻ ആവശ്യം? ഇനി കൊച്ചുവിൻ്റെ കയ്യിലെ പിച്ചകപ്പും കാവുകൾക്കും അപ്പുറവും കയ്യിലെ ടാറ്റും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു വിവാദമായിട്ടിരിക്കും. ഇതാണ് കൊല്ലം സുധിയുടെ ആ ഒരു ടാറ്റു എന്ന് പറയുന്നത്. ഇതാണ് കുച്ചുവിൻ്റെ കയ്യിലടിച്ചിട്ടുള്ള കൊല്ലം സുധിയുടെ ടാറ്റു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കിച്ചു ഒരു കയ്യിൽ കൊല്ലം സുധിയുടെ ടാറ്റു അടിച്ചിട്ടുണ്ട്, മറ്റേ കയ്യിൽ എന്തോ അസ്ഥികൂടോ പാമ്പോ ഒക്കെ അടിച്ചിട്ടുണ്ട്. അസ്ഥികൂടത്തോടും പാമ്പിനോടൊക്കെ സ്നേഹം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം അങ്ങനെയാണോ? അപ്പം നമ്മളിവിടെ ഒരു അസ്ഥികൂടത്തിൻ്റെ പടം ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഏതൊക്കെ സെൻസിലോട്ടാണ് നിങ്ങൾ ഈ വിമർശനത്തിനെ കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഇതിനകത്തൊരു പ്രശ്നം, ഈ കിച്ചു സ്വാഭാവികമായിട്ടും രേണുവിൻ്റെ അവസ്ഥ നിൽക്കുമ്പോൾ കിച്ചു ഈ താടിയും പൊട്ടുമോ? ഇവരുടെ കൂടെ എങ്ങാണ്ട് ബിസിനസ് ആവശ്യത്തിന് ഇറങ്ങി നടക്കുകയാണ്. അവരാണെങ്കിൽ ബേസിക്കായിട്ട് കിച്ചുവിനെ സെല്ല് ചെയ്യുന്നൊരു ഫീലാണ് എനിക്കത് കണ്ടപ്പോൾ ഉണ്ടായത്. കാരണം അവരുടെ ബ്ലോഗിലെല്ലാം കിച്ചുവിൻ്റെ ഫേസ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കിച്ചുവിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ കിച്ചുക്കുട്ട ആ ഒരു സാധനമാണ് അവർ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കിച്ചു ആണ് സ്വന്തമായിട്ട് എന്താ ചെയ്യേണ്ടെന്നൊക്കെ നിൽക്കേണ്ടത്. ഇപ്പോൾ അനീഷ് വ്ലോഗ് അവതരിപ്പിച്ച ഈ ഒരു വീഡിയോയിലെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ വീടിന് എന്തോ സാമാനം കിട്ടിയിട്ടില്ല. ഒരു സാധനം നമ്പരോ പത്രമോ പേപ്പറോ നമ്പർ കിട്ടിയിട്ടില്ല. അത് കിട്ടണമെങ്കിൽ കുച്ചു വന്ന് ഒപ്പിടണം. കുച്ചു ഒപ്പിട്ടിട്ടില്ല. അതെന്താന്ന് കുച്ചുവിനെ വിളിച്ച് ചോദിക്കണം. പക്ഷെ ബിഷപ്പൊന്നും ഇതുവരെ എങ്ങും കുച്ചു വന്ന് ഞാൻ കണ്ടതിനകത്തല്ല അത് കിട്ടി ഇത് കിട്ടി മറ്റേ ഫിറോസിൻ്റെ എഞ്ചിനീയർ വന്ന് ചെയ്യണമെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഈ കുച്ചുവിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ചുമ്മാ കുച്ചുവിനെ തലക്ക് പറഞ്ഞേക്കാം. പിന്നെ നമ്മളും പറഞ്ഞേക്കാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു ഇട്ടാണ് വരെ.